നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേവിക അവൻ എത്ര കാര്യമായിട്ടാണ് പരിചരിക്കുന്നത്. അവന്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും അവളായിട്ടുണ്ടാക്കുന്നില്ലല്ലോ. പിന്നെന്തിനാ ഇപ്പോ കെയർ ടേക്കറെ കുറിച്ച് ചിന്തിക്കുന്നത്? മുത്തശ്ശിക്ക് ഒരു ടെൻഷനും വേണ്ട. കുട്ടനെ ഞാൻ എന്റെ ജീവന് തുല്യം നോക്കിക്കോളാം. ഞാൻ കാരണം കുട്ടന് ഒരു ആപത്തും ഉണ്ടാവില്ല. എന്റെ ഈശ്വരൻ പറയണ സത്യം. അതുകൊണ്ട് കുട്ടനെ ശുശ്രൂഷിക്കുന്നതിൽ നിന്നും മുത്തശ്ശി എന്നെ ഒഴിവാക്കരുത്. നീ കാല് പിടിക്കാം പ്ലീസ്. മോളെ, അത് മാത്രല്ല, അറിയാലോ കുട്ടനെ ഒരു അപകടങ്ങൾ വിട്ട് പിന്തുടർന്നോണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാരും കുട്ടന്റെ കാര്യത്തില് വളരെയധികം ശ്രദ്ധ പുലർത്തും. ഞാൻ പറയുന്ന മുത്തശ്ശി ഒന്ന് ഉൾക്കൊള്ളണം. ഈ ഒരു സിറ്റുവേഷനില് പുറത്തുനിന്നൊരാളെ ഈ വീടിനുള്ളിൽ കയറ്റുന്നത് വളരെയധികം സൂക്ഷിച്ചു വേണം. ഞാനിത് എല്ലാരോടുമായിട്ട് പറയാ. പുറത്തു നിന്ന് ആരും വന്ന് സിദ്ധുവിനൊരാപത്തുണ്ടാക്കാൻ പോകുന്നില്ല. എനിക്ക് പേടി നിന്നെ മാത്രം. അച്ഛന്റെ കൊലയാളി എന്ന ധാരണയില് നീ എപ്പോ വേണമെങ്കിലും എന്റെ കൊച്ചുമകനെ അപകടപ്പെടുത്തും. ആ പേടി എനിക്ക് നന്നായിട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് പുറമേ നിന്നുള്ള ഒരാളിൽ നിന്നല്ല സിദ്ധുവിനെ രക്ഷിക്കേണ്ടത്, നിന്നിൽ നിന്ന് അവനെ സംരക്ഷിക്കേണ്ടത്. മുത്തശ്ശി ഒരിക്കലും എന്നെ അങ്ങനെ പറയരുത്. മുത്തശ്ശി പറയുന്നെല്ലാം കേട്ട് എന്റെ നെഞ്ച് പൊടിയോ മുത്തശ്ശി. ഞാനായിട്ട് എന്റെ കുട്ടനൊരു ദ്രോഹം ചെയ്യില്ല. മുത്തശ്ശി എന്നൊന്ന് വിശ്വസിക്കേ. ഈ വീട്ടിൽ സിദ്ധുവിനെ അത്ര കരുതലോട് പരിപാലിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് ദേവികയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് ദേവികയെ ആ ചുമതലയിൽ നിന്ന് മാറ്റുന്ന പ്രശ്നമില്ല. അതിനുവേണ്ടി അമ്മ വെറുതെ സംസാരിക്കണമെന്നില്ല. ഓ, അപ്പൊ അതാണ് നിങ്ങളുടെ തീരുമാനം? അതെ, മഹിയേട്ടൻ പറഞ്ഞത് തന്നെയാ തീരുമാനം. അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. അമ്മയ്ക്ക് ഞങ്ങൾ പറയുന്നതിൽ വിഷമം തോന്നരുത്. ദേവികയെ നിങ്ങളെ കണ്ണും പൊട്ടി വിശ്വസിക്ക. ഇതെവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് കാണാം. ദേവികേ, മോള് കരയാതിരിക്കെ. അമ്മ പറഞ്ഞൊന്ന് മോള് കാര്യാക്കണ്ട. എന്നാലും മുത്തശ്ശിന്റെ മോള് ഇത് മനസ്സിൽ നിന്ന് മറന്നിടായി. എന്നിട്ട് സമാധാനത്തോടെ റൂമിലേക്ക് ചെല്ലുമോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.